അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാ. സ്നേഹിതരെ, അനസ് ഇബ്നു ഹക്കീം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം നോക്കൂ നിങ്ങൾ. കുന്തു അമുറു ബിൽ മദീനത്തി ഫഅൽഖാ അബാ ഹുറൈറത ഫലാ യബ്ദഉ ബിശൈഇൻ ഹത്താ യസ്അലുനി അൻ സമുറത. ഞാൻ മദീനയിലൂടെ സഞ്ചരിക്കാറുണ്ട്. പ്രമുഖ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടും. എപ്പോൾ കാണുമ്പോഴും അദ്ദേഹം സമർത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിക്കും. ഫലൗ അഖ്ബർതുഹു ബി ഹയാതിഹി വ സുഹ്ഹതിഹി ഫരിഹ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, ആരോഗ്യവാനാണ് എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്. എന്താണത് സംഗതി? അതിന് കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന കുന്ന അശ്റത്തൻ ഫി ബൈത്തിൻ വ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ അലൈനാ വ നളറ ഫി വുജൂഹിനാ വ അഖദ ബി ഉലാദത്തൈൽ ബാബി വ ഖാല ആഖിറുക്കും മൗതൻ ഫിന്നാർ. ഞങ്ങൾ ഒരു ദിവസം ഒരു വീട്ടിൽ 10 ആളുകളുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഞങ്ങളെല്ലാവരെയും നോക്കി. വാതിൽപ്പടിയിൽ നബി ഇങ്ങനെ നിൽക്കുകയാണ്. 2 കട്ടിലകളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആഖിറുക്കും മൗതൻ ഫിന്നാർ. ഈ 10 ആളിൽ അവസാനം മരിക്കുന്ന ആള് നാറിൽ ആയിരിക്കും, തീയിൽ ആയിരിക്കും. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് അന്ന് സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ടായിരുന്നു. അവസാനം മരിക്കുമോ, നരകത്തിലായി പോകുമോ? നാറ് എന്നതിന് നരകം എന്ന അർത്ഥമുണ്ടല്ലോ. ആ രീതിയിലാണ് സ്വഹാബത്തൊക്കെ ചിന്തിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാത മിന്ന സമാനിയ. 8 ആളുകളും മരിച്ചു. ഇനി ഞാനും സമർത്ത് ബിൻ ജുന്ദുബും മാത്രമാണ് ബാക്കിയുള്ളത്. വലം യബ്ഖ ഗൈരി വഗൈറുഹു ഫലൈസ ശൈഉൻ അഹബ്ബ ഇലയ്യ മിൻ അൻ അകൂന ഖദ് ദുഖ്തുൽ മൗത. ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആദ്യം മരിച്ചിരുന്നെങ്കിൽ എന്നാണ്. മരണത്തെ രുചിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ദേഷ്യം പിടിപ്പിക്കുവാനൊക്കെ ചില ആളുകൾ സമർത്ത് ബിൻ ജുന്ദുബ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന് ദേഷ്യമുണ്ടാവുക മാത്രമല്ല ചെയ്യുക, അദ്ദേഹം ആ സമയത്ത് ബോധരഹിതനായി വീഴും. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹത്തിന് ഓർമ്മ വരികയുള്ളൂ. കാരണം ഇനി മരിക്കാനുള്ളത് ഞാനാണ്, ഞാൻ നരകത്തിലാണല്ലോ എന്ന ഭയം, എന്ന പേടി. ഇതായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖദാ, സമർത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പ് തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തായി. 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സമർത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ ഈ പൊരുൾ? പല അഭിപ്രായങ്ങളുമുണ്ട്. വയഹ്തമിലു അൻ യൂറദൻ അന്നാർ ബിദുനൂബിഹി സുമ്മ യൻജു മിൻഹാ ബി ഈമാനിഹി. അദ്ദേഹം ജീവിതത്തിൽ വല്ലപ്പോഴും വല്ല തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അത് കാരണമായി അദ്ദേഹത്തെ നരകത്തിൽ അള്ളാഹു കൊണ്ടുപോയി ശിക്ഷിക്കും. ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഫയഖ്റുജു മിൻഹാ ബി ഷഫാഅത്തി ഷാഫിഈൻ, ശുപാർശകരുടെ ശുപാർശ കാരണമായി അദ്ദേഹം രക്ഷപ്പെടും, സ്വർഗത്തിലേക്ക് എത്തും എന്ന ഒരു അഭിപ്രായം പറയുന്നുണ്ട്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. അന്ന സമറത്ത ഇസ്തജ്മറ ഫഗഫല അൻ നഫ്സിഹി വഗഫല അഹ്ലുഹു അൻഹു ഹത്ത അഖ്ദത്തുഹു നാർ. പ്രായമായ സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത്, തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടുവാൻ വേണ്ടി ചൂട് കൊള്ളുന്ന ഏർപ്പാട്, വിറക് തീക്കൂട്ടി അതിന് ചുറ്റുഭാഗം നിന്ന് തീ കൊള്ളുന്ന ഏർപ്പാട് പണ്ട് കാലത്തുണ്ട്, ഇപ്പോഴുമുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അശ്രദ്ധനായി, വീട്ടുകാരും ശ്രദ്ധിക്കാത്ത സമയത്ത് അറിയാതെ തീ പടർന്ന് പിടിച്ചു. അങ്ങനെ അദ്ദേഹം മരിച്ചതാണ് എന്നൊരഭിപ്രായം. വേറൊരു അഭിപ്രായമുള്ളത്, അന്ന സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു അസാബഹു ഖറാറുൻ ഷദീദുൻ വകാന യൂഖദു ലഹു അലാ ഖിദരിൻ മംലൂഅത്തിൻ മാഅൻ ഹാറൻ ഫയജ്ലിസു ഫൗഖഹാ ലി യതദഫഅ ബി ബുഖാരിഹാ ഫസഖത യൗമൻ ഫിഹാ ഫമാത റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പ്രത്യേക തരത്തിലുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു, ശാരീരികമായി വിഷമങ്ങൾ ഉണ്ടായിരുന്നു.
അതിനുള്ള പരിഹാരം എന്ന നിലക്ക് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് വലിയ ഒരു കുഴി കുഴിച്ച് ആ കുഴിയിൽ വെള്ളം നിറച്ച് ആ വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിൽ നിന്ന് പൊന്തി വരുന്ന ആവി ശരീരത്തിൽ കൊള്ളിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഫസഖത യൗമൻ ഫിഹ, അതിൽ വീണുപോയി. പിന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതു കാരണമായിട്ടാണ് അദ്ദേഹം വഫാത്തായത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആഖിറുഹും മൗത്തൻ ഫിന്നാർ, അവസാനം മരിക്കുന്ന ആൾ തീ കാരണമായിട്ടായിരിക്കും മരിക്കുക എന്ന് പറഞ്ഞത്, അല്ലാതെ നരകത്തിലാണ് എന്ന ഉദ്ദേശത്തിലല്ല. പ്രമുഖ സ്വഹാബിയാണ് സമർത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു. ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. പല യുദ്ധങ്ങളിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത മഹാനുഭാവനാണ്. എല്ലാം കൊണ്ടും അനുഗ്രഹീതനാണ്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിൻ്റെ ശേഷം അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ പണ്ഡിതന്മാർ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ ഒരുപാട് വാഴ്ത്തിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവചനം പുലർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.